ഇപ്പോഴത്തെ ക്യാപ്റ്റൻ നന്ദനയാണല്ലോ. അതുകൊണ്ട് തന്നെ സിജോയും സായിയും വട്ടമിട്ട് പറക്കുന്നുണ്ട് നന്ദനയുടെ ഇതുവരെയുള്ള ക്യാപ്റ്റൻസി വെച്ച് നോക്കുമ്പോൾ അസലായിട്ട് തന്നെ നന്ദന അത് കൈകാര്യം ചെയ്യും. ഒരു നല്ല കൂട്ടുകെട്ട് തന്നെ ഫോം ചെയ്യുന്നുണ്ട് നന്ദനയും സായിയും സിജോയും തമ്മിൽ. നന്ദന നോറയുടെ വേറൊരു വേർഷനാണ്. പറയാനുള്ളത് മുഖത്ത് നോക്കി ആരായാലും തന്നെ അതും ഭയങ്കര ഷാർപ്പായിട്ട് തന്നെ പറയും. സിജു കാര്യമായിട്ട് തന്നെ നന്ദനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം വന്നപ്പോൾ നീ ഇങ്ങനെ ആയിരുന്നില്ല, വായിൽ തോന്നുന്നതൊക്കെ പറയുകയായിരുന്നു, അതിൽ പോയിന്റ്സ് ഉണ്ടായിരുന്നില്ല, എന്താണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ മനസ്സിലായിരുന്നില്ല. എന്നാൽ നീ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. നീ കളി എന്താന്ന് പഠിച്ചിരിക്കുന്നു, ബിഗ് ബോസ് എന്താന്ന് പഠിച്ചിരിക്കുന്നു, ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ നിൽക്കണമെന്ന് പഠിച്ചിരിക്കുന്നു. ശരിയാണല്ലേ? വന്നപ്പോൾ ആദ്യ ആഴ്ചയിൽ തന്നെ നന്ദന പോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കഥ ആകെ മാറി. നന്നായി അപ്പോൾ കളിച്ചിരുന്നവരെല്ലാം ഇപ്പോൾ പോയി. നന്ദന ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ട്. വാലിൽ തൂങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ വാലിൽ തൂങ്ങുകയും ഒറ്റയ്ക്ക് കളിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ബിഹേവിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഒരു അനിയത്തി പോലെയും ഒരു മോളെ പോലെയും ഒക്കെയാണ് നന്ദനയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നന്ദന പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒരു വാത്സല്യത്തോടു കൂടി അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസിയിൽ ഏറ്റവും നല്ല ക്യാപ്റ്റൻസി നന്ദനയുടെ തന്നെ ആയിരിക്കണം. ജാസ്മിന്റെ കുളിയെക്കുറിച്ച് സിജോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിജയും സായും കൂടി അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നന്ദനയ്ക്ക് ഓരോന്ന് മോദി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ക്രൂ ചെയ്ത് വിടുകയൊന്നുമല്ല, പ്യുവറായിട്ട് പറയുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. ജാസ്മിന്റെ കുളിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതുവരെ ജാസ്മിൻ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ കുളിച്ചപ്പോൾ അതും പ്രശ്നമായി. ഒരുപാട് നേരം എടുക്കുന്നു കുളിക്കാൻ, ബാക്കിയുള്ളവരൊക്കെ വെയിറ്റിംഗിലാണ്. നന്ദനയ്ക്ക് അതിനുള്ള സൊല്യൂഷനും സിജോയെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും നീണ്ട കുളി പാസ്സാക്കണമെങ്കിൽ അത് അതിരാവിലെ നീച്ച് ആവട്ടെ, ബാക്കിയുള്ളവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ജാസ്മിൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ സിജോയും സായിയും ക്യാപ്റ്റനായ നന്ദനയും കൂടി അത് തമാശ രൂപേണ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഒഫീഷ്യലി ഋഷി ക്യാപ്റ്റൻ ബാൻ നന്ദനയ്ക്ക് കൈമാറുകയും ചെയ്തു. നന്ദന കളിച്ചിരിയുമാണെങ്കിലും നല്ല പക്വതയുമുണ്ട് ഡിസിഷൻ എടുക്കുന്നതിൽ. ഇപ്പോൾ ടീമായി തിരിച്ചതൊക്കെ വളരെ ഗംഭീരമായി. ഓരോ ടീമിനും നന്ദനയുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ജിൻഡോ ഇടയിലിട്ടൊന്ന് കുത്തുന്നുണ്ട്. നീ ഇങ്ങനെ നിന്നാൽ പോരാ, നീ സ്ട്രോങ് ആയിട്ട് ക്യാപ്റ്റൻ ആണെന്നുള്ള പവർ നിനക്ക് വേണമെന്ന്. അപ്പോൾ സിജോയും നന്ദനയും ഒപ്പം തന്നെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ മാറ്റമൊന്നും സംഭവിക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെ അധികാരം കിട്ടിയെന്ന് കരുതി ഞാൻ അങ്ങനെ ഒട്ടാകെ മാറാനൊന്നും പോകുന്നില്ല. ജിൻഡോ ചെറുതായി ഒന്ന് വിഷം കുത്തി വെച്ചു കൊടുക്കാൻ നോക്കിയതാണ്. പക്ഷെ നന്ദനയുടെ കൂടെ ഉണ്ടായിരുന്നത് സിജോ ആയതുകൊണ്ട് അത് ഏറ്റില്ല അങ്ങോട്ട്. സിജോയും ഈ അഭിഷേകിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. റോക്കി അന്നുണ്ടാക്കി ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് സിജോയ്ക്ക് കാഴ്ചവെക്കാമായിരുന്നു. ഇപ്പോൾ സിജോയ്ക്ക് ഫിസിക്കലി കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും സിജോ തൻ്റെതായ രീതിയിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് ബോണ്ടിങ് ഉള്ളതായി തോന്നുന്നത് സിജോ, സായി, നന്ദന അതൊരു ടീം, സിജോ, അർജുൻ അതൊരു ടീം, സായി, അഭിഷേക് അതൊരു ടീം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും അടിയിടിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ബോണ്ടൊക്കെ കാണുമ്പോഴും സന്തോഷമുണ്ട്. നന്ദനയുടെ ക്യാപ്റ്റൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയാം. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.